ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്കൊരു റവ ദോശ ആയാലോ. റവ ദോശ സ്വതവേ എനിക്ക് ഉണ്ടാക്കുമ്പോൾ കുറച്ച് ടഫായിട്ടാണ് തോന്നലുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ തന്നെ കുറേ ട്രയൽ ആൻഡ് എറർ മെത്തേഡ് കൂടെ ഒരു മെത്തേഡ് ഉണ്ടാക്കിയതാണ്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യാന്നുള്ളത് നോക്കാം. അതിന് ആദ്യം തന്നെ വേണ്ടത് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ നമുക്ക് റവ വേണം, പിന്നെ വളരെ കുറച്ച് അരിപ്പൊടി, അതായത് നമ്മുടെ പത്തിരിപ്പൊടി, പിന്നെ വേണ്ടത് ചെറിയതായിട്ട് അരിഞ്ഞ് നമ്മുടെ സവോള വേണം, പിന്നെ അതേപോലെ കുനുകുനാന്നരിഞ്ഞ് ഇഞ്ചി, പച്ചമുളക്, കരുവേപ്പില, ഇത്രയും വേണം. പിന്നെ നമുക്ക് ഇതിനെന്താ വേണ്ടത്, കുറച്ച് ഉപ്പ് വേണം, വെളിച്ചെണ്ണ വേണം, അതേപോലെ കുറച്ച് വെള്ളം വേണം. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യാന്നുള്ളത് നോക്കാം. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ ഈ അരിപ്പൊടി ഈ റവയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. എന്നിട്ട് ഇത് മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെള്ളവും ഒഴിച്ച് ഒന്ന് നല്ലോണം മിക്സ് ചെയ്യാം. ഇത് റവയായാലും ഈ അരിപ്പൊടി ആണെങ്കിലും കുറച്ച് നല്ലോണം ഇതാവുമല്ലോ, എന്തായാലും പറയുക, വലുതാവും. ഒന്ന് പുതിരുമ്പോൾ നല്ലോണം വലുതാവും. അപ്പം ഇതാ ഏകദേശം ഇത്ര. പിന്നെ നമുക്ക് വെള്ളം ആഡ് ചെയ്യണം കേട്ടോ. ഇപ്പം തൽക്കാലം ഇത്ര വെള്ളം ആക്കിയിട്ട് നമുക്ക് നല്ലോണം മിക്സ് ചെയ്തിട്ട് വെക്കാം. പിന്നെ ഞാൻ ഇതിൻ്റെ ഇടയിൽ ഒരു ഇൻഗ്രീഡിയൻറ്റ് പറയാൻ മറന്നു. നമുക്ക് കുറച്ച് തൈരും കൂടെ വേണം. ഒരു പുളിക്ക് വേണ്ടിയിട്ട് കുറച്ച് തൈരും കൂടെ വേണം. അപ്പോൾ ഈ സ്റ്റേജിൽ നമുക്ക് തൈരും കൂടെ കുറച്ച് തൈര് മതി കേട്ടോ. ഈ ഒരു ഇത്രയും കുറച്ചല്ലേ നമ്മളിപ്പോൾ ഉണ്ടാക്കുന്നുള്ളൂ. ഇത്രയും തൈരിട്ടിട്ട് അതും കൂടെ മിക്സ് ചെയ്ത് വെക്കാം. നല്ലോണം കുതിരട്ടെ. വേണമെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കാം. നല്ലോണം എന്താ പറയുക, വെള്ളം പോലെയാണ് നമുക്ക് ഇതിൻ്റെ ബാറ്റർ വേണ്ടത്. പക്ഷെ ഇത് നമുക്കൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കണം. അപ്പോൾ ഒരുപാട് വെള്ളമായാലും അടിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാകും. അതുകൊണ്ടാണ്. അപ്പോൾ ഇതെന്തായാലും ഒരു 10-15 മിനിറ്റ് റെസ്റ്റ് ചെയ്യട്ടെ. ആ നേരം കൊണ്ട് നമുക്ക് ഈ 3 ഇൻഗ്രീഡിയൻസ് ഉണ്ടല്ലോ, കുനുകുനാന്നരിഞ്ഞ ഇഞ്ചി, പച്ചമുളക്, കരുവേപ്പിലയും ഞാൻ ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം കൂടെ കുറച്ച് വെളിച്ചെണ്ണയിൽ ഒന്ന് വറുത്തെടുത്തിട്ടും വരാം. അപ്പോൾ 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഒരുവിധം കുതിർന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് ഇനി നമുക്കിതെല്ലാം കൂടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. നമുക്ക് എന്നിട്ട് ഇതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഇതാ നമ്മൾ അരച്ചിട്ടുണ്ട്. ആവശ്യത്തിനുള്ള വെള്ളം ആഡ് ചെയ്തിട്ട് വേണം കേട്ടോ അരയ്ക്കാൻ. എന്നിട്ട് നമുക്കിത് ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. നമുക്ക് ഇത്രയും വെള്ളം പോരാ. അപ്പോൾ കുറച്ചും കൂടെ ഇതിലത്തെ മുഴുവൻ കിട്ടാൻ വേണ്ടി കുറച്ചും കൂടെ ഇതിലേക്ക് വെള്ളം ഒഴിച്ച് അതും കൂടെ അടിച്ചെടുക്കാം. അപ്പോൾ ഇതാ അതും കൂടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ എടുത്തു വെച്ച ഉള്ളി ഉണ്ടല്ലോ, ചെറുതായിട്ട് അരിഞ്ഞ സവോള ഇടാം. അതേപോലെ തന്നെ ഞാൻ മറ്റേ വെളുത്തുള്ളി അല്ല, ഇഞ്ചി, പച്ചമുളക്, കരുവേപ്പില വറുത്തെടുത്തിട്ടുണ്ടായിരുന്നു. കുറച്ച് വെളിച്ചെണ്ണയിൽ അതും കൂടി ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. എന്നിട്ട് ഇതൊക്കെ പാടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നല്ലോണം വെള്ളം ഒഴിക്കുക കേട്ടോ. അതായത് നമുക്ക് നല്ല എന്താ പറയുക, വെള്ളം പോലത്തെ കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. അപ്പോൾ കുറച്ചും കൂടി നല്ലോണം വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് ഒരു 5 മിനിറ്റും കൂടെ വെച്ചതിന് ശേഷം ഉണ്ടാക്കാം. ഇനിയും വെള്ളം ആഡ് ചെയ്യുന്നുണ്ട്. എന്തായാലും ഒരു 5 മിനിറ്റ് ഇരിക്കട്ടെ. പിന്നെ ആവശ്യമെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ആഡ് ചെയ്തിട്ട് നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ എന്തായാലും 5 മിനിറ്റിന് ശേഷം നോക്കാം. അപ്പോൾ അതാ നമ്മുടെ ബാറ്റർ റെഡി. വീണ്ടും വെള്ളം ഒഴിച്ചു കേട്ടോ. നമുക്ക് നല്ലത് കണ്ടോ, ഇങ്ങനെ ശരിയായ വെള്ളം പോലത്തെ കൺസിസ്റ്റൻസി തന്നെയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇനി നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് നോക്കാം. അതിനായിട്ട് നമുക്കൊരു പാൻ എടുത്തിട്ട് വയ്ക്കാം. ഞാൻ എടുക്കുന്നത് കുറച്ചൊരു ബക്കുള്ള പാനാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ സ്വതവേ ഈ നമ്മുടെ റവദോശ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ നമ്മൾ മുക്കി ഇങ്ങനെ ഒഴിച്ച് നല്ല ഷീറ്റ് പോലെ ആക്കി എടുക്കുക വേണ്ടത്. എനിക്ക് എന്ത് ചെയ്താലും അങ്ങനെ ആവില്ല. അങ്ങനെ ശരിയാവാത്ത ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവർ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്താൽ മതി. അപ്പോൾ എന്തായാലും ഇത് ചൂടാവട്ടെ. ഞാൻ കാണിച്ചു തരാം എന്താ ചെയ്യേണ്ടതുള്ളത്. നല്ലോണം ചൂടാവണം. നല്ലോണം ചൂടായതിനു ശേഷമേ നമ്മളിത് ഒഴിക്കാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും ചൂടാവട്ടെ.
ഇതാട്ടോ ഇതിന്റെ കൺസിസ്റ്റൻസി. വെറും വെള്ളം പോലെയാണുള്ളത്. എപ്പോഴും നമ്മൾ ഒഴിക്കുമ്പോൾ നല്ലോണം ഇളക്കിയതിന് ശേഷം മാത്രം ഒഴിക്കുക കേട്ടോ. അപ്പോൾ ചട്ടി നല്ലോണം ചൂടായിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നല്ലോണം ഞാൻ പറഞ്ഞ പോലെ ഇളക്കിയിട്ട് ഒരു കയ്യിലിട്ട് ഇങ്ങനെയും ഇങ്ങോട്ട് പാരുക. എന്നിട്ട് നമുക്കിത് ഫുള്ളാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒന്ന് പിടിച്ച് ആക്കിയാൽ മതി. ഓക്കെ, വേണമെങ്കിൽ കുറച്ചും കൂടെ ഇവിടെയൊക്കെ ഒന്ന് ഒഴിച്ച് ഒന്നും കൂടെ നമുക്കിങ്ങനെ ചുറ്റിക്കാം. ഇങ്ങനെ ആക്കിയതിന് ശേഷം വെളിച്ചെണ്ണ നല്ലോണം ഇതിൽ കൂടെ അങ്ങോട്ട് അറ്റത്ത് കൂടെയും തണുപ്പ് കൂടെയൊക്കെ ഒന്ന് നല്ലോണം അങ്ങോട്ട് ആക്കി കൊടുക്കും. ഇരുന്ന് മുരിയട്ടെ. മുരിഞ്ഞതിന് ശേഷം നമുക്ക് മറിച്ചിടാം. ഓൾമോസ്റ്റ് ആയി തുടങ്ങിയിട്ട് പതുക്കെ നമുക്ക് ഇതിനെ മറിച്ചിടാം. ഇനി നമുക്ക് എടുത്ത് മാറ്റാം. അപ്പൊ ഇതാണ് കേട്ടോ നമ്മുടെ ക്രിസ്പി ടേസ്റ്റി റവ ദോശ. ഇത് കുറച്ച് ടൈം എടുക്കുന്ന പരിപാടിയാണ്. നമുക്ക് ഇത് ബാറ്റർ ഉണ്ടാക്കാൻ അധികം ടൈമൊന്നും എടുക്കില്ലെങ്കിലും ഇത് ദോശയൊക്കെ എടുക്കാനേ മറ്റേ ദോശ പോലെ ഇങ്ങനെ പരത്തി വേഗം മറിച്ചിടാൻ പറ്റില്ല. ഒന്ന് ക്രിസ്പാവുന്നവരെ വെയിറ്റ് ചെയ്യണം. പക്ഷെ നല്ല ടേസ്റ്റിയാണ്. വേറെ കറികളൊന്നും ഇതിന് ആവശ്യം ഇല്ല. സത്യം പറഞ്ഞാൽ ചട്നി പോലും ആവശ്യമില്ല അത് കഴിക്കാനായിട്ട്. പിന്നെ എപ്പോഴും ഞാൻ ഇങ്ങനത്തെ ഒക്കെ ഉണ്ടാക്കുമ്പം നമ്മുടെ ഇഞ്ചി, പച്ചമുളക്, കരുവേപ്പിലൊക്കെ ഒന്ന് നല്ലോണം വറുത്തിട്ടായിട്ട് അതിനൊരു ഫ്ലേവർ വ്യത്യാസം തന്നെയാണ് കേട്ടോ. ഒരു ഫ്ലേവർ നന്നായിട്ട്, അതായത് ആ ഒരു പച്ചച്ചോയ പോയിട്ട് നല്ലൊരു ഫ്ലേവർ വരും. അതുകൊണ്ട് ഞാൻ എപ്പോഴും അങ്ങനെ ചെയ്യാറ്. അപ്പൊ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്യൂ. വളരെ എളുപ്പമാണ്. ഈ പറഞ്ഞ പോലെ നമ്മളിങ്ങനെ വീശി ഒഴിച്ച് ഇതാക്കുന്നതിനെക്കാട്ടും അതായത് പറഞ്ഞ ഒരു വക്കുള്ള പാൻ ആണെങ്കിൽ അങ്ങനെ കറക്കി ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്ത് ആക്കാൻ ഒന്നും കൂടെ ഈസി ആയിരിക്കും ഉണ്ടാക്കാനായിട്ട്. എനിക്ക് എപ്പോഴും ഞാൻ ഇങ്ങനെ ആക്കാൻ നോക്കിയിട്ട് ശരിയാവണേ ഇല്ല. അപ്പോഴാണ് ഞാൻ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയത്. അതേപോലെ നമ്മൾ മിക്സിയിൽ നല്ലോണം അടിച്ചിട്ട് ആക്കുമ്പം അതിനും ഒരു വ്യത്യാസമുണ്ട്. അപ്പൊ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, കമന്റ് ചെയ്യൂ, വേണ്ടപ്പെട്ടവർക്ക് ഷെയർ ചെയ്യൂ. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.